സ്ലിപ്പ് വന്നിട്ട് നമുക്ക് ഓക്കെ പറയാം. പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചിട്ട് വേണ്ട യോഗ തുടങ്ങാൻ. യോഗ തുടങ്ങുമ്പോ എല്ലാവരും നന്നായിട്ട് കൂടുതൽ വെള്ളം കുടിക്കണം വരുമ്പോൾ. അല്ലെങ്കിൽ വെള്ളം അത്ര കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1.25 വരെ കുടിക്കാം സ്ഥിരമായിട്ട്. അത് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് കടിച്ചിട്ട് അത് സ്ഥിരമായിട്ടൊരു പരിശീലിക്കുന്നത് അങ്ങനെ ഒരു ദിവസം കൊണ്ട് പറ്റില്ല. കുറച്ച് കുറച്ച് വെള്ളം കൂട്ടിക്കൊണ്ട് അത് സ്ഥിരമായിട്ട് നമ്മള് മിനിമം ഒരു 3 ലിറ്റർ, ഒരുവിധം എല്ലാവരും 60 കിലോ ഉണ്ടാവും വിചാരിക്കാം. അപ്പൊ 3 ലിറ്റർ വെള്ളം കുടിക്കും. അതിൽ 2 ലിറ്റർ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് കഴിക്കും. അപ്പൊ അതില് 1 ലിറ്റർ നമ്മൾ യോഗത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ 1 ലിറ്റർ കഴിക്കില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പാണ് കഴിക്കുന്നത്. 20 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കും. പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ്. അപ്പൊ വെള്ളത്തിന് ദഹിക്കാൻ സമയമൊന്നും വേണ്ട. വെള്ളത്തിന് കലോറി ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് കുടിക്കാം. അപ്പൊ ചില അസുഖം, കിഡ്നി അസുഖങ്ങൾ വരുമ്പോ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് മാത്രമേ. എനിക്ക് കുറച്ച് ലോഡ് വരുന്നുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ ഒരു ഗ്ലാസ് 6 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഡോക്ടർമാര് പറഞ്ഞത്. ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് 20 കിലോ ഉള്ള ആൾക്ക് 1 ലിറ്റർ വേണമെന്ന് ഇപ്പൊ പറഞ്ഞു തരുന്നു. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികൾ, പഴങ്ങൾ, അത് ഏറ്റവും മനുഷ്യന്റെ ഭക്ഷണം അതാണ്. പച്ചക്കറികളും പഴങ്ങളും മനുഷ്യന്റെ ഭക്ഷണം. പക്ഷികൾക്ക് വേറെ ഭക്ഷണം, മൃഗങ്ങൾക്ക് വേറെ ഭക്ഷണം. മൃഗങ്ങൾക്ക് തന്നെ ആനയ്ക്ക് ഒരു ഭക്ഷണമാണ്, സിംഹത്തിന് വേറെ ഭക്ഷണം. സിംഹം കഴിക്കുന്നത് ആന കഴിക്കില്ല, ആന കഴിക്കുന്നത് സിംഹം കഴിക്കില്ല. അതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഭക്ഷണം. അപ്പൊ മനുഷ്യൻ മാത്രമുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് വേറെ ഭക്ഷണങ്ങൾ കഴിക്കും. മനുഷ്യന് പറയാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ തന്നെയാണ് അസുഖം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആശുപത്രികൾക്ക് ചെലവ് കൂടുന്നത്. ആശുപത്രികൾ ഇപ്പൊ വളരെയധികം കൂടി വരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വന്ന രോഗങ്ങളൊക്കെയും ചില രോഗങ്ങളൊന്നും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് അലോപ്പതിക്കും മറ്റുള്ള ചികിത്സാ സമ്പ്രദായത്തിനും പറ്റുന്നില്ല. അത് ജീവിത രീതിയിലൂടെ മാത്രം പറ്റുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് യോഗ ചെയ്യേണ്ടത് ആവശ്യം അതാണ്. അപ്പൊ അത് എല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് ചെയ്യാൻ നല്ലത്. എല്ലാ ദിവസവും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് വേണം. നമ്മൾ കാല് കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സൗകര്യക്കുറവുണ്ടാവും, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുക. നമുക്ക് ഈ സമയത്ത് ഇത് മാത്രം അടുക്കളയിലെ പണിയും ഈ പണിയും കൂടി ഒരുമിച്ച് നടത്തുക. യോഗ ചെയ്യുമ്പോൾ യോഗ മാത്രം. അല്ലെങ്കിൽ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അടുക്കളയിലെ പണി നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വേറെ ആളെ എത്തിയില്ല. അപ്പൊ ഈ സമയം നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു വർക്കായിട്ട് മാറും. വളർന്നിരിക്കുക കണ്ണട. ആദ്യം പ്രാർത്ഥന വേണം. എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കുള്ളൂ. ഉറപ്പന്നെയാണ്. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാവതു സഹനമുനക്തു സഹവീര്യം കരവാഹൈ രജസ്വിനാവിതമസ്തു മാ വിദുഷ്വാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നനക്ക് മുടിക്കുക. ഭൂമിദേവിയുടെ അനുഗ്രഹം വേണം. ശ്വാസത്ത് നിവർന്ന് വരിക. കൈ കൂട്ടിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടിയറിയിക്കണം. കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈയൊന്നും തലോടിച്ച് പതിച്ച അനുഭവം. ഇനി നമുക്ക് അനുലോമ വിലോമ 2 മൂക്കിയോടുള്ള ശ്വാസം ഒരേമാതിരി ആക്കണം. ഒരു മൂക്കിയൂടെ തണവ്, ഒരു മൂക്കിയൂടെ ചൂട്. ഇടത്തെ മൂക്കിയൂടെ തണവ് ചന്ദ്രനാടി, വലത്തെ മൂക്കിയൂടെ ചൂട് സൂര്യൻ. അപ്പൊ രണ്ടും ഈക്വലി ഇത് വരണം. 2 മൂക്കിയോട് ആദ്യം നന്നായി ശ്വാസം അടച്ചു പിടിക്കുക. ഇടത്തെ മൂക്കിയൂടെ ആദ്യം പതുക്കെ വിട്ടാൽ മതി. അതിനടുത്ത് കൊണ്ടു തുറക്കണം. ഇനി ആദ്യം അവിടെ തന്നെ എടുക്കുക. അടച്ചു പിടിക്കുക. 3, 4,
5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest. രണ്ട് മൂക്കിടെയും ശ്വാസം ഉള്ളിൽ എടുക്കുക. 1, 2, പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. Rest. ഇനി അക്രോട്രേഷൻ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 1, അടികൾ എത്ര പിടിക്കുക, കണ്ണ് നേർന്ന് പിടിക്കണം. 2, തലവെന്തിന് പിടിക്കുക. 3, 4, 5, 6, 7, 8, 8. Rest. തടി കൂടെ പിന്നിരിക്കുന്നു. 1, ശരീരം കാണാൻ പാടില്ല. 2, പതുക്കെ ചെയ്യാൻ പാടില്ല. 3, 4, 5, 6, 7, 8. Rest. ചെവി ഷോൾഡറിൽ മുടിയാന്ന് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. താടി കഴിച്ചിൽ മുടിച്ചിട്ട് പകുതി റൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. തല പിന്നെ മുടിയിട്ട് പകുതി റൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. Rest. ഫുൾ റൗണ്ട് കണ്ടു നോക്കണം പിടിക്കും. 1, ഓരോ റൗണ്ട് കഴിയുമ്പോൾ ശ്വാസം കിട്ടും. 2, 3, 4, 5, 6, 7, 8. Rest. തിരിച്ച് റൗണ്ട് ചെയ്യണം. 1, ശ്വാസം വിടുക. 2, 3, 4, 5, 6, 7, 8. Rest. വാമിങ് അപ്പ് ഹൃദയമിടിപ്പൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടിരുന്നു. അതിന് വേണ്ടിയുള്ള കൈന്ന് വെച്ച് പിടിക്കുക. കൈന്റെ വിരലിന്റെ തുമ്പ് മാത്രം എടുക്കുക. 1, ബലം കൊടുക്കുക. 2, തുമ്പ് മാത്രം. 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ഫുള്ള് മറക്കുക. കൈന്റെ വിരല് ഫുള്ള്. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. കൈ ഇങ്ങനെ സ്ട്രെച്ച് മുകളിലേക്ക് ഇങ്ങനെ 1, 2 താഴ്ത്തിക്കുക. 3, 4, 5, 6, 7, 8. തളവെച്ച് വന്ന് ആ ഒരു വേണ്ടി മടക്കി പിടിക്കുക. റിസ്റ്റ് തിരിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8. കൈ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ പത്തി പുറത്ത് വിടുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ ഇതെങ്ങനെ പിടിക്കുക. സൈഡിൽ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7. ഈ ഭാഗം 1, 2, 3, 4, 5, 6, 7. ഈ വിരല് തുറന്നു. 1, 2, 3, 4, 5, 6, 7. ഈ പിന്നിൽ 1, 2, 3,
4, 5, 6, 7. തിരിച്ചു പിടിക്കും. 2, 3, 4, 5, 6, 7. ഇനി ഫുള്ള് 1, 2, 3, 4, 5, 6, 7. കൈ ഇങ്ങനെ പിടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. 1, 2, 3, 4, 5, 6, 7. പിന്നിലേക്ക് 1, 2, 3, 5, 6, 7, 8. കൈ കാലിൽ മുട്ടുമ്പോ വയ്ക്കുക. ഷോൾഡർ പൊന്തിക്കേണ്ട. 1, 3, 4, 5, 6, 7, 8. പുള്ളിക്ക് അറിയാം. 1, 3, 4, 5, 6, 7, 8. ഫിനിഷ് ചെയ്യുക. കൈ ക്രോസിന് പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. കയ്യിൽ എങ്ങനെ പിടിക്കാം. മുട്ടുമലിക്ക് നോക്കിയിട്ട് വേണ്ടി പിടിക്കുക. 6, 7, 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. റെസ്റ്റ്. കൈ പിന്നിൽ വയ്ക്കുക. 1, നെറ്റിനകത്ത് പിടിക്കുക. 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കാലിന് നിർത്തിക്കുക. കാലിന്റെ വീട്ടിൽ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കാലിന്റെ പാദം മുമ്പിലേക്ക് തള്ളുക. 1, പിന്നിലേക്ക് തള്ളുക. 2, 3, 4, 5, 6, 7, 8. കാലിന്റെ ആംഗിൾ തിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. കാല് കുറച്ചകത്തേക്ക്. കാല് അങ്ങോട്ട് ഇങ്ങോട്ട് അനക്കുക. രണ്ട് ഭാഗത്തേക്ക് അനക്കുക. രണ്ട് ഭാഗത്തേക്ക് അനക്കുക. ഇനി കുറച്ചുകൂടി അകത്തേക്ക്. തള്ളവലിന് നിലത്ത് പിടിക്കുക. 1, ചെറുതലിന്റെ നിലത്ത് പിടിക്കുക. 2, 3, 4, 5, 6, 7, 8. കാല് നന്നായി അകത്തേക്കണം കേട്ടോ. മാക്സിമം അകത്തേക്ക്. മുട്ട് മടങ്ങാണ്ട് കാലിന്റെ തള്ളവലിന് പിടിക്കുക. 1, നോക്കുക. 2, 3. മുട്ട് മടങ്ങാൻ പറഞ്ഞു. 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2. ഈ രണ്ട് കാലിലും വരുമ്പോ ഒരുമിച്ച് പിടിക്കുക. നെറ്റിൽ നിലത്ത് പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ഈ മുമ്പിൽ തുറണം. അപ്പൊ ഇങ്ങനെ നടക്കുക. കൈ കൊണ്ട് നടക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. മുട്ട് മടങ്ങാൻ പാടില്ല കേട്ടോ. അത് നോക്കാം. ഈ ചക്രാസനം. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തലടിച്ച് ഇത് ഓരോ കാര്യം ഇങ്ങനെ മടക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. രണ്ട് കാലും ഒരുമിച്ച് മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി അവിടെ കിടക്കണം. നിലത്ത് കിടക്കണം. കാല് കുറച്ചത്തേക്ക് കൈ കുറച്ചത്തേക്ക് കൈ മലർത്തിയേക്ക് 2 മിനിറ്റ് കണ്ണ് തിമ്മിക്കെടുത്ത്.
കാലടിച്ചേക്കുക, കൈയടിച്ചേക്കുക, എടുത്തിരിക്കുക, എടുക്കുക, എടുത്തിരിക്കുക, എടുക്കുക, എടുത്തിരിക്കുക, ടു, കിട്ടുക, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest, relax. വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. നീ കായം കൂട്ടി പിടിക്കുക, ഒന്നും വിളിക്കും കുട്ടിപ്പിടിക്ക് നോക്കുക. 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest. ഈ സൈഡിലേക്ക് 1, 2, 3, 4, 5. അതിന്റെ മുട്ടുപിടിക്ക് നോക്കാം. 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest. Relax. Relax. അവിടെ വയറ് കൊണ്ടിട്ട് അവരത് ശ്രദ്ധിച്ചു കിടന്നാൽ വയറ് കൊണ്ടും കാണും. കാലൊക്കെ ഒന്ന് അനക്കി എടുപ്പിച്ചേക്കുക, കൈയൊക്കെ ഒന്ന് അനക്കി എടുപ്പിച്ചേക്കുക, കൈ തലയുടെ പിന്നിരിച്ചേക്കുക, കൈ പിന്നിരിക്കത്തല്ല, കാല ഇരിക്കത്തല്ല. കൈ മുമ്പിരിക്കാൻ നടക്കുക. ഇനി വലത്തെ തിരിച്ചെരിയ, കൈ കുത്തി എനിക്കിരിക്കുക. കൈമേൽ ലെഫ്റ്റേക്ക് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ വാമിങ് അപ്പ് ഒക്കെ ആയി, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടി, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി, നമ്മുടെ ജോയിന്റുകളൊക്കെ സിഗ്നൽ കൊടുക്കും. ഇനി നമുക്ക് ഒരു ഹീലിംഗ് പ്രയർ ഉണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ആർക്കെങ്കിലും തെറ്റ് ചെയ്യുന്ന അവരോട്, ക്രിയേറ്ററിനോട് നമ്മൾ ക്ഷമ ചോദിക്കുക, സോറി പറയാം. അതുപോലെ നമ്മളോട് തന്നെ നമ്മൾ നന്ദി പറയാം. നമ്മൾ പല ആൾക്കാരോടും സ്ഥാനത്ത് പറയുന്നെങ്കിൽ നമ്മളോട് പറയുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സമയം ചെലവഴിക്കുക. 55 പ്രാവശ്യം ഇത് പറയുക നമ്മളോട്. നമ്മുടെ ഉപബോധ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കൈമലർച്ചയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോകും, അതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you.
I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. I am sorry, please forgive me. I love you. I thank you. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, പൊട്ട ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള് എല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോവുക. പൊട്ട വികാരങ്ങള് എല്ലാം നമ്മള് വിട്ടുപോവുകയാണ്. നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ട വികാരങ്ങള് ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് ദൂരേക്ക് പോവുക. നമ്മളെ വിട്ടുപോവുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പോയപ്പോ അവിടെ സ്ഥലം വേക്കൻറ്റ് വന്നു. ശൂന്യത, ബ്ലാങ്ക് സ്പേസ് വന്നു, എംപ്റ്റി സ്പേസ്. ആ ശൂന്യതയിലേക്ക്, എംപ്റ്റി സ്പേസിലേക്ക് നമ്മുടെ പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന ലവ് എനർജി വന്നെന്നറിയാം. പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, പോസിറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകള്, മണി, നല്ല ഭൗതികമായിട്ടുള്ള നല്ല സുഖ സൗകര്യങ്ങളൊക്കെ നമ്മളെ തേടി വരികയാണ്. ഭൗതികമായിട്ടുള്ള നല്ല സുഖ സൗകര്യങ്ങള്, നല്ല കൂട്ടുകെട്ടുകള്, നല്ല ചിന്തകള് എല്ലാം നമ്മളിലേക്ക് വരിക. പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന ലവ് എനർജി ഒന്നും അറിയാണ്. ലവ് എനർജി കൊണ്ട് നമ്മുടെ ശരീരം പൊതിഞ്ഞു കൂടുക. സ്നേഹോർജം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം. നമ്മൾ ജനിച്ച നാളെ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വരുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ പ്രത്യേക ഒരു എനർജി കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കാം. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ആദ്യം ശ്വാസം എടുക്കാം. 1, 2, പതുക്കെ മൂക്കിലൂടെ ശ്വാസം വിടാം. അപ്പൊ ആ ഭാഗത്തുള്ള വയറിന്റെ ഭാഗത്തുള്ള അഴുക്കുകൾ പുറത്തേക്ക് പോകാം. 3, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4, 5, 6, 7, 8. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കുക. 1,
2, 3, 4, 5, 6, 7, 8. ബ്രെയിന്റെ ബാധിക്കും, തലച്ചോറിന്റെ ബാധിക്കും. 1, 2, 3, 4, 5, 6, 7, 8. ഇത് നമ്മുടെ നട്ടല് സൂക്ഷ്മനാടി അവ ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കുറച്ച് നേരം ഞാൻ ഇരിക്കണം കേട്ടോ. സൈലന്റ്. കാംനെസ് ഈസ് റിയാലിറ്റി. നിശബ്ദതയാണ് യാഥാർത്ഥ്യം. കുറച്ച് നേരം ഞാൻ നമ്മുടെ ശരീരം ഇപ്പൊ ശുദ്ധമായിട്ട് കഴിഞ്ഞു. ഉണർവിലേക്ക് വന്നു കഴിഞ്ഞു. കുറച്ചു നേരം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ വിചാരിക്കാം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വേണം എന്ന് വിചാരിക്കാം. സ്വപ്നം നമ്മള് പുതിയൊരു ദിവസത്തിലേക്ക് കണി കണ്ടു വരാൻ പോവാം. കൈയൊന്നും കൂട്ടിച്ചിട്ടുണ്ട്. നന്നായി റബ്ബ് ചെയ്യാം. കയ്യിലെ ഊർജം കണ്ണിന്റെ മുകളിൽ. കൈയൊന്നും പതുക്കെ ഒന്ന് തലോടിയിട്ട് അടുത്ത് വെക്കുക. കാലിൽ നിർത്തിക്കുക. കാലിൽ നിൽക്കണം. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യാം. കാല് നിർത്തുക. കാല് മടക്കുക, നിർത്തുക. 1, തെറ്റി വെച്ചാൽ എന്നിട്ട് മുട്ടുതാക്കുക. 2, 3, 4, 5, 6, 7, 8. ഈ വലത്തെ കാര്യം. 1, 2, 3, 4, 5, 6, 7, 8. ഈ രണ്ട് കാര്യം ഇങ്ങനെ മടക്കി വയ്ക്കുക. ചേർത്ത് പിടിക്കുക. അതിന്റെ കാലിന്റെ മുട്ട് പൊന്തിക്കാതെ കാക്കുക. 1, ബട്ടർഫ്ലൈ പോസ്. 2, 3, 4, 5, 6, 7, 8. നമ്മുടെ ഈ അടിവാറിന്റെ ഭാഗത്ത് അതുപോലെ തൊടയിലെ ഭാഗത്ത് അവിടേക്കൊക്കെ ഒരു ശമനം വന്നില്ല. ഈ പൊന്തിക്കുക ഇടുക. 1, 3, 4, 5, 6, 7, 8. കൈ കൊണ്ട് കാലിന്റെ മുട്ട അമർത്തുക. കാലിന്റെ മുട്ട് കരുതി അമർത്തുക. കാല് ചേർത്ത് പിടിക്കുക. കൈന്റെ മുട്ട് കൊണ്ട് കാലിന്റെ മുട്ട അമർത്തുക. നെറ്റി കാലിന്റെ വരുമ്പോ മുട്ടിയാൻ നോക്കാം. ബന്ധപാതാസനം. 1, 2. രണ്ടും പറ്റി അധികം ഇറങ്ങി പോകാൻ പറ്റില്ല. ഇങ്ങനെ മാക്സിമം അടിച്ചേക്കാം. 3, 4. പിടിക്കാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ നോക്കുക. 7, 8, 8. റെസ്റ്റ്. കാലിൽ നിർത്തി. കാലിൽ ഇങ്ങനെ മടക്കിയേക്കണം. അപ്പൊ കൈ പിന്നിൽ വയ്ക്കുക. വലത്തെ കൈ പൊന്തിച്ച് കാലിന്റെ പുറത്തോടെ അങ്ങനെ പിടിക്കും. ശ്വാസം വിട്ട് പിന്നിൽ ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8. കൈ പൊന്തിക്കുക, പിന്നിൽ കാലിൽ നിർത്തി. ഈ വലത്തെ കാലിൽ അടുത്ത കൈ പൊന്തി കാല് ഇറക്കി. 1, 2, 3, 4, 5, 6, 7, 8. കൈ പൊന്തിക്കുക, കാലിൽ നിന്ന് ചമ്രം മണ്ണി
നമുക്ക് കണ്ണിന്റെ ഒരു ഇത് ചെയ്യാം. നിത്യ കണ്ണാണ്. കണ്ണ് നോക്കുക, മൂക്കിന്റെ തുമ്പത്തി നോക്കണം. നമ്മളെ മൂക്കിന്റെ തുമ്പത്തി, രണ്ട് കണ്ണുകൊണ്ട് മൂക്കിന്റെ തുമ്പത്തി ഇല്ല. ആദ്യം ചെയ്യുമ്പോ ചിലപ്പോ തലചിത്രമായിരിക്കും തോന്നും. കണ്ണടയ്ക്കും, കണ്ണ് നോക്കുക, മൂക്കിന്റെ തുമ്പത്തി നോക്കുക, കണ്ണടയ്ക്കുക, കണ്ണ് നോക്കുക, രണ്ട് കണ്ണുകൊണ്ട് മൂക്കിന്റെ തുമ്പത്തി, കണ്ണടയ്ക്കും, കണ്ണ് തുറക്കുക, മൂക്കിന്റെ തുമ്പത്തി നോക്കുക, കണ്ണടയ്ക്കുക. നമ്മൾ ബ്രൂമത്തിന്റെ കൂടെ നോക്കാം. ബ്രൂമത്തിന്റെ സെൻട്രാറിനകത്ത് രണ്ട് കണ്ടെങ്കിൽ സാധനം പിടിക്കൊണ്ടിരിക്കണം. നോക്കണം, കണ്ണടയ്ക്കുക, കണ്ണ് നോക്കുക, ബ്രൂമത്തിന്റെ കൂടെ നോക്കുക. രണ്ട് കണ്ണിന്റെയും സാധനം നെറ്റിയുടെ സെന്റർ, നെറ്റിയുടെ സെന്ററിൽ നിന്ന് അകലിക്കുന്നു. കണ്ണടയ്ക്കുക, കണ്ണ് നോക്കുക, ബ്രൂമത്തിന്റെ കൂടെ നോക്കുക, കണ്ണടയ്ക്കുക, കണ്ണ് നോക്കുക, ബ്രൂമത്തിന്റെ കൂടെ നോക്കുക, കണ്ണടയ്ക്കുക. ഈ കണ്ണ് തുറക്കുക, രണ്ട് കണ്ണുണ്ട് അകലെ ഒരു ഭംഗി നോക്കാം. അപ്പൊ നമ്മള് രണ്ട് കണ്ണും കൂടിയിട്ട് മൂന്നാമത്തെ കണ്ണുണ്ടോ നോക്കിയ രണ്ട് കണ്ണുണ്ട് അകലിക്ക് നോക്കുക. അപ്പൊ കൺപോളാൻ കാണാൻ തുറന്നു പിടിക്കണം. നന്നായിട്ട് തുറന്നു പിടിക്കുക, കൺപോളാൻ കാണാൻ പാടില്ല. കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, അകലെ ഒരു ഭംഗി നോക്കാം. കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, അകലെ ഒരു ഭംഗി നോക്കുക. രണ്ട് കണ്ണുണ്ട് ഒരു ഭംഗി. കണ്ണ് തുറക്കുക, അകലെ ഒരു ഭംഗി. കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, അകലെ ഒരു ഭംഗി. ഈ കണ്ണ് തുറക്കാം, മുകളിലേക്ക് നോക്കണം, താഴ്ത്തി നോക്കണം. പോകാൻ നിൽക്കാൻ പാടില്ല. 1 മുകളിലേക്ക് നോക്കും, 2 താഴ്ത്തി നോക്കും, 3 മുകളിലേക്ക്, 4 താഴ്ത്തി, 5 6 7 8 കണ്ണാടി. ഈ കണ്ണ് തുറക്കാൻ സൈഡിലേക്ക് ഇടത്തോട്ട് 1 2 വലത്തോട്ട് 3 4 5 6 7 8 കണ്ണാടി. കണ്ണ് തുറക്കുക, ഒരു കൈ ഇങ്ങനെ പിടിക്കുക, ഒരു കൈ തള്ളവരിൽ ഇങ്ങനെ പിടിക്കണം. മുകളിലേക്ക് നോക്കുക, തള്ളവരും 1 2 താഴത്തേക്ക് നോക്കുക, താഴത്തെ തള്ളവരും 3 4 5 6 7 8 8 7 6 5 4 3 2 1. കണ്ണു തുറക്കുക, നീ കൈ മാറ്റി 1 2 3 അടിയിലേക്ക് നോക്കാം, 4 മുകളിലേക്ക് 5 6 തള്ളവരിലേക്ക് നോക്കാം, 6 7 8 8 7 6 5 4 3 2 1. കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, കയ്യിലെങ്ങനെ പിടിക്കുക, രണ്ടിനകത്തുമ്പിലേക്ക് നോക്കാം, രണ്ട് അകത്തുമ്പിലേക്ക് ഒരുമിച്ച് നോക്കാം. 1 പറ്റണ സ്ഥലം വരെ, ഇവിടെ വരെ കാണുന്ന വരെ 2 3 രണ്ടുപേരിലും കാണണം കേട്ടാ, 4 5 6 7 8 മാറ്റി. ഈ അടക്ക് എടുക്കുക, പതുക്കെ അടകൾ.
കാലടിച്ച് കയ്യടിച്ച് പണ്ട് പറയുമ്പോ കാല് പൊന്തിക്കണം, രണ്ട് കാലും പൊന്തിക്കാം, ഉള്ളു പൊന്തിക്കില്ല, പകുതി പൊന്തിച്ചാൽ പേര് തന്നെ ആക്കണം. പിന്നെ നോക്കുമ്പോ കാലിന്റെ തളരല് കാണും, 45 ഡിഗ്രി. 2 പതുക്കെ 3 4 5 തളരലിലേക്ക് നോക്കുക, തല പൊന്തിക്കാൻ പാടില്ല. 6 7 8 റെസ്റ്റ്. ഇനി കയ്യിന്റെ മുട്ട് വരെ പൊന്തുക, ചെസ്റ്റ് പൊന്തിച്ചിട്ട് കാലിന്റെ വരുന്നുണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. ഇനി നമുക്ക് ശവകാസനം മഞ്ചി മാരി. 1 കൈയിട്ടിരിക്കും. 2 3 4 5 6 7 8 റെസ്റ്റ്. ബന്ധാസനം, കാല് മടക്കുക. 1 2 അരഭാഗം പൊതിച്ചടിയിൽ തന്നു. 3 4 1 കാല് മടക്കുക. 2 അരഭാഗം പൊതിച്ചടിയിൽ താങ്ങണം, താഴി കഴിച്ചു കൂട്ടിക്കുക. 3 4 1 കാല് മടക്കുക. 2 അരഭാഗം പൊതിച്ചടിയിൽ താങ്ങണം. 3 4 1 റെസ്റ്റ്. ഇനി നമുക്ക് കാല് മടക്കാം. 2 കാല് ഇതിന് മുകളിൽ വെച്ചിരിക്കുക. 3 കയ്യ ഇടത്ത കാലിന്റെ ഇടയിൽ കൂടി എടുക്കുക. 4 നെറ്റ് കാല് കൂട്ടിക്കുക. 5 കാല് വെക്കുക. 6 7 10 കാല് മടക്കി വെക്കുക. 1 2 3 4 5 6 7 1 അടുത്ത കാല് മടക്കുക. 2 3 4 5 6 7 ചെയ്യുക. 1 2 3 4 5 6 7 റെസ്റ്റ്. നമുക്ക് പാവനമുക്താസനം. 1 രണ്ട് കാലം കുടിക്കുക. 2 3 4 5 6 7 8 റെസ്റ്റ്. നീ വലത്തോട്ട് തരുന്ന കമിഴ്ന്ന് കിടക്കണം. വലത്തോട്ട് തരുന്ന കമിഴ്ന്ന് കഴിച്ചു കൈ കാലിന്റെ അടിയിൽ വെക്കുക. രണ്ട് കാലും മടക്കുക. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കൈ മുമ്പിൽ വെക്കുക, ഷോൾഡർ ലെവല്, ഭുജംഗാസനം. 1 നെറ്റി പതിക്കുക, താടി പതിക്കുക, ചെസ്റ്റ് പതിക്കുക, മുകളിലേക്ക് നോക്കി ശ്വാസം എടുത്ത് വിടുക. 2 3 മുകളിലേക്ക് നോക്കുക, ശ്വാസം എടുക്കുക വിടുക. 4 5 ശ്വാസം എടുക്കുക വിടുക, ശ്വാസം എടുക്കുക വിടുക. 6 7 ശ്വാസം എടുത്ത് വിടുക. 8 റെസ്റ്റ്. കൈ പുറത്ത് കമിട്ടിരിക്കുക, കാലും ചെസ്റ്റും മുകളിലേക്ക് വന്നിക്കുക, വിപരീത നവഗാത്രം. 1 2 കാല് പതിക്കുക, ചെസ്റ്റ് മതിക്കുക.
3, 4, 5, 6, 7, 8. ഇത് നമുക്ക് തന്നെ ഒരു ആസനം ചെയ്യണം കേട്ടോ. 1, കാല് മടക്കുക. 2, കാലിന്റെ ആംഗിളിൽ പിടിക്കുക. 3, കാല് മുകളിലേക്ക് പിടിച്ച് വലിക്കുക. മുകളിലേക്ക് നോക്കുക. 4, 5, കാല് മടക്കുക. 6, 7, 8, 7, 6, 5. റെസ്റ്റ്. കാല് കുറച്ചകത്തേക്ക്, കൈ മുമ്പിൽ തടി മുഖത്തേക്കാം. മകരാസനം. അടിവാറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കേൾക്കാം. കാല് കുറച്ചകത്ത് വയ്ക്കണം. കാലിന്റെ തളവെല്ലാം രണ്ടും വിറ്റ് നിലത്ത് വയ്ക്കാം. കൈ താടി മുഖത്തേക്ക് കണ്ണടച്ച് കേൾക്കാം. അപ്പൊ അടിവാറിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് കേൾക്കാം. മകരാസനം. കൈപത്തി കെട്ടി വെച്ച് അടുത്ത കൈപത്തിന്റെ മുകളിൽ വലത്ത കരുതി തല സൈഡിലേക്ക് ചെരിച്ച് ആ സൈഡ് മാറ്റിയിരിക്കും. കൈപത്തി അവിടെ മാറ്റിയിരിക്കും. കാലടിച്ച് വെക്കുക. കൈ ഷോൾഡറോട് കുത്തുക. കൈകുത്തി പിന്നിലേക്ക് ഇരിക്കുക. ശാസനം. കാലിന് പിന്നിലിരിക്കണം. അത് കഴിച്ച് നിൽക്കുക. കാലടിച്ച് വെക്കുക. കൈ പിടിച്ച് പിടിക്കുക. ശ്വാസം വിട്ട് പിന്നിലേക്ക് തിരിയണം. 1, 2, 3, 4, 5, 6, 7, 8. കാലിന് കുത്തി വന്നിക്കുക. കല്ലിന് മുകളിലേക്ക് വന്നിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നമുക്ക് വീരഭദ്രാസനം. 1, അടുത്ത കാലാണ് ഉറപ്പിച്ച് വെക്കുക. 2, നമസ്കാരം. 3, ഇല്ലിക്കൂടെ. 4, 5, 1, ചേഞ്ച് ചെയ്യാം. 2, 3, 4, 5, 1, 2, 3, 4, 5. ചേഞ്ച് ചെയ്യാം. 1, 2, 3, 4, 5. ഇനി നമുക്ക് താടാസനം. 1, 2, 3, 4. കാലിന് ചുറ്റി പൊന്തിക്കുക. 5, 6, 7. 1, 2, 3, 4, 5, 6, 7. പ്രാവശ്യം. 1, 2, 3, 4, 5, 6, 7. ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി മുട്ടി കുത്തിയിരിക്കുക. ഭദ്രാസനം. കൈപ്പത്തിയുടെ പോലെ കൈപ്പത്തി നിവർന്നിരിക്കാനാണ്. മൊത്തൊരു പുഞ്ചിരി. അപ്പൊ കാലിമത്തെ വേദന അറിയില്ല. ചിരിച്ചിരിക്കുക. ചിരിക്കുക. കാലിമത്തെ വേദന അറിയില്ല. ശ്വാസം ശ്രമിക്കും. ഈ ശ്വാസം എടുക്കണം. ശ്വാസം എടുക്കാം. മുട്ടിപ്പെടാം. പതുക്കെ ശ്വാസം വിടാം. 3, 4, 5, 6, 7, 8. കൈ മടിയിട്ട് മടക്കി വയ്ക്കുക. ശ്വാസം വിട്ട് ലക്ഷ്യം നിർത്തിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് ശിവാസനം. കാല് കുറച്ചകത്തിരിക്കുക. അതിന് മുമ്പിലൂടെ കാലം കൊടുക്കുക. പറഞ്ഞതിന്റെ മുകളിലേക്ക് നോക്കണം. അഗ്നിസാരക്രിയ അതേ സിംഹാസനം. പറഞ്ഞിട്ട് മുകളിലേക്ക് നോക്കാം. എന്നിട്ട് ശ്വാസം വരണം. ആ വയറുള്ളിലേക്ക് പോകണം കേട്ടോ. 1, 2, 1, 2 എന്നറിയാം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. മുകളിലേക്ക് നോക്കാം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2. മതി. കണ്ണടയ്ക്കും. വായ അടയ്ക്കും. ഒന്നുകൂടി.
വൺ ടു നാവ് മുകളിലേക്ക് നോക്കുക, നാവ് അടിക്ക്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2
മോളിൽ നോക്കാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 അതിന് കിടന്നടിക്കില്ല. 1 2 1 2 1 2 1 2 1 2 1 2 1 ആണ്. സൈഡിലേക്ക് ഇരിക്കുക, കാല് നിർത്തിയിരിക്കുക. കാലിന് ചമ്രമണി. നമുക്ക് സ്വരപ്രാണയാമം ചെയ്യാം. സ്വരപ്രാണയം നിവർന്നിരിക്കാൻ കാണുന്നത്. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. ആ ആന്ന് പറഞ്ഞ ഭാഗത്ത് നിർത്താണ്ട പറയണം. അത്രയും കൂടുതൽ പറയണം, അത്രയും നല്ലത്. നന്നായിട്ട് ശ്വാസം എടുക്കുക. ആ ഒന്നുകൂടി ശ്വാസം എടുക്കുക. ആ നടത്തി. ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക. ഓ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക. ഓ തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക. തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. കഴുത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. കണ്ടുക. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. കണ്ണടച്ചിരിക്കുക കേട്ടോ. നമുക്ക് അപ്പൊ നഷ്ടലിന്റെ അടിഭാഗം തൊട്ട് തലയുടെ നെറിഭാഗം വരെ ശ്രദ്ധിക്കും. നന്നായി ശ്വാസം എടുക്കുക. ഓ ശ്വാസം എടുക്കുക. ഓ ശ്വാസം എടുക്കുക. ഓ ശ്വാസം എടുക്കണം. ഓ അടക്കം എടുക്കുക.
തല എത്തിക്കുക, കയ്യെത്തിക്കുക, കൈ മലർത്തി വയ്ക്കുക, കണ്ണ് ചിമ്മിക്കണം. കാല് തളർത്തിയിടുക, കൈ തളർത്തിയിടുക, ശരീരം തളർത്തിയിടുക, തല തളർത്തിയിടുക, കാല് തളർത്തിയിടുക, ശരീരം തളർത്തിയിടുക, തല തളർത്തിയിടുക. ഈ അവസ്ഥയില് നമ്മൾ അവന്മാരുടെ സ്വപ്നങ്ങൾ കാണാം. വേണം വിചാരിക്കുക, എനിക്ക് വേണം, എനിക്ക് വേണം, ഞാനത് എനിക്ക് എടുക്കും. ദൈവത്തിന്റെ സഹായം കൊണ്ട്, മാതാപിതാക്കളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാനത് നേടിയെടുക്കും. വിചാരിച്ച കാര്യം നടന്നതായിട്ട് മനസ്സിൽ കാണാം. വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നിട്ട് ദൈവത്തിന് നന്ദി പറയാം. മാതാപിതാക്കൾക്ക് ഗുരുക്കന്മാർക്ക് വിചാരിച്ച കാര്യം നടന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. മാതാപിതാക്കൾ വീണ്ടും ഹൃദയം ശ്രദ്ധിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക, ശരീരത്തിൽ കൈക്ക് നനക്കുക, കാലൊക്കെ നനക്കുക, കാലടിച്ചേക്കുക, കൈയടിച്ചേക്കുക, കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക, കൈ പിന്നിലേക്ക് തള്ളുക, കാലടിക്ക് തള്ളുക, കൈ പിന്നിലേക്ക് കാലിലേക്ക്, കൈ നോക്കിക്കാനാക്കിയ വലത്തോട് ചെല്ലിയാണ്. ഒരു കൈ തലയുടെ അടിയിലും മടക്കി വെക്കണം, ഒരു കൈ നിലത്ത് പറിച്ചു വെക്കണം, കാര്യം മടക്കി ചുരുട്ട് കുടിച്ചെടുക്കുക. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. മനസ്സിൽ യാതൊരു അല്ലലുകളും ഇല്ല. നമ്മുടെ മനസ്സിപ്പോൾ ശാന്തമാണ്. കൈകുത്തി അനുസരിക്കുക, കൈമലർത്തി എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. അന്ന് യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള മാറ്റം. നീ നന്ദി പറയണം. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയണം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം. ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടുകൂടി ഇദ്ദേഹം പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കാൻ, ശ്വാസം വിട്ട് നെറ്റി നമുക്ക് മുടിക്കുക, ശ്വാസം വേർന്നൊരു ആൾക്കാർ കൂട്ടിത്തീർക്കാം. കൈലക്ഷം കൂടി കണ്ണിന്റെ മുകളിൽ വെക്കാം. കൈമുഖത്ത് എല്ലായിടത്തും നമസ്കാരം. നെറ്റി, കവിള്, താടി, ചെവിരടില്, തലയിലൊക്കെ നമസ്കാരം. തലയൊട്ടിക നമസ്കാരം. ഒന്നുകൂടി കൂട്ടിച്ചിരുന്ന കണ്ണിന്റെ മുകളിൽ വെക്കാം. കണ്ണ് തുറക്കാളിക്കുക, കണ്ണ് തുറക്കാളിക്കുക. അതിന്റെ പേരിൽ നോക്കിയാണ് എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെയ്യണട്ടെ നമ്മള്. ഒരു പ്രത്യേകത കാല് ഓഫ് ചെയ്തിട്ടാ.